മാന്യ പ്രേക്ഷകർക്ക് ന്യൂസ് പിയുടെ 1000 പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടുത്തുന്നത് ശരിക്കും പറഞ്ഞാൽ പറയാൻ പാടില്ലെങ്കിലും ഒരു നാടകഭ്രാന്തനായ ഇമ്മാനുവൽ ഏട്ടനാണ്. എവിടെ നാടകമുണ്ടോ അവിടെയെല്ലാം ആൾ കൃത്യമായിട്ടെത്തും. എന്താണ് അതിൻ്റെ ഉദ്ദേശം, എന്താണ് അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ഇമ്മാനുവേട്ട നമസ്കാരം. നമസ്കാരം. നിങ്ങൾ എത്രയോ കാലങ്ങളായി നാടകം എവിടെയുണ്ടോ അവിടെയൊക്കെ പോയി നാടകം കാണുന്ന ആസ്വദിക്കുന്ന ഒരാളാണ്. അതെ. അപ്പൊ അതിനൊരു മോട്ടിവേഷൻ ഉണ്ടാവില്ലേ? കാരണം വെച്ചാൽ അതിനൊരു പ്രചോദനം ഉണ്ടാവുമല്ലോ. ഉണ്ടാവും. അതൊന്ന് പറഞ്ഞുതരും. ഞാൻ 50 വർഷം മുമ്പ് രക്തരക്ഷസ് എന്ന നാടകം കാണാനാണ് കണ്ണൂർ പോയത്. അങ്ങനെ ആ നാടകം കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മറ്റ് കലാരൂപം പോലെയല്ല, നാടകം നമ്മുടെ മുമ്പിൽ കാണുകയാണ്. സിനിമ പോലെ എഡിറ്റ് ചെയ്യുകയോ മറ്റു കാര്യങ്ങളൊന്നുമല്ല. അതേപോലെ തന്നെ അവരുടെ ജീവിതം നമ്മുടെ തൊട്ട് മുന്നേ കാണിക്കുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു നാടകം കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്തത് കാണണം തോന്നി. അങ്ങനെ ഞാനൊരു വർഷം ഒരു 10-40 നാടകങ്ങൾ ഇങ്ങനെ ഒരു 50 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം നാടകത്തിന് വേണ്ടി മാത്രം ചെലവഴിക്കുകയാണെന്ന് മാത്രം. അതെ, ഈ നാടകം അതേപോലെ തന്നെ എനിക്ക് ഭയങ്കര താല്പര്യമുള്ളത് വോളിബോൾ. ഈ 2 കലാരൂപം എവിടെ ഉണ്ടെങ്കിലും ഞാൻ വോളിബോൾ ഇത് രണ്ടും ഞാൻ പോവും. ഇത് സ്ഥലങ്ങളിലൊക്കെ ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട്. കാരണം ഇത്തവണ എനിക്ക് വോളിബോൾ ആയാലും നാടകമാണെങ്കിലും ടിക്കറ്റ് ഒന്നും വേണ്ട, പിന്നെ ഗസ്റ്റ് പാസ് ഒക്കെ കിട്ടും വോളിബോളിന്. അപ്പോൾ ഈ 50 വർഷമായി ഇമ്മാനുവേട്ടൻ നാടകം കാണുന്നുണ്ട്. അതെ അതെ. ഇടക്കാലത്ത് നാടകം ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി, നിന്നുപോയൊരവസ്ഥയിലെത്തി. തീർത്തും നിന്നു പോയിട്ടില്ലായിരുന്നു. അതെ. പിന്നെ ഇവിടങ്ങളിലൊക്കെ നിന്നു പോയെങ്കിലും പിന്നെ പയ്യന്നൂര്, അങ്ങനെ കണ്ണൂര്, പിന്നെ ശ്രീകണ്ഠപുരം ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും നിന്നു പോയിട്ടില്ല. അപ്പം ഞാൻ അവിടെയും പോകും. അപ്പോ ഞാൻ ചോദിച്ചു വരുന്നത്, ഇടക്കാലത്ത് ഒരു തളർച്ച എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അങ്ങനെ തളർച്ച വന്ന ഒരു സമയത്ത് ഞാൻ തിരുമേനിയിൽ പിന്നെ 26 മാസം കൊണ്ട് 24 പ്രൊഫഷണൽ നാടകം തുടർച്ചയായിട്ട് ഞാൻ അവിടെ ഫ്രീ ആയിട്ട് കളിച്ചു. ആ നാട്ടുകാർക്ക് വേണ്ടി. അങ്ങനെ 2000 22 പ്രൊഫഷണൽ നാടകങ്ങൾ ഞാൻ അവിടെ കളിച്ചു കൊടുത്തു. അപ്പോൾ ഞാനതിൽ ഇപ്പം ഒരു കാര്യം ചോദിക്കുന്നത്, നിങ്ങൾ 50 വർഷം, അതായത് അരനൂറ്റാണ്ടായി നാടകം കാണാൻ തുടങ്ങി. അന്ന് മുതൽ ഇന്ന് വരെ, കാരണം വെച്ചാൽ നിങ്ങൾക്ക് നാടകം കാണാനും നാടകത്തെക്കുറിച്ച് വിലയിരുത്താനുള്ള ഒരു കഴിവുള്ള ഒരാളാണ്. അല്ലാതെ ഇത്തോളം കാലം ഒരാൾ പോയിട്ട് ഒരു നാടകം ഒന്ന് കണ്ട് രണ്ടാമത് പോകണം നിർബന്ധം. നാടകത്തെ വിലയിരുത്താനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ മാത്രമേ അത് പറ്റൂ. അത് നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ആ ഒരു നാളുകളിൽ, അതായത് ആദ്യ കാലഘട്ടത്തിൽ അന്ന് ബാലയടക്കം ഉള്ളൊരു കാലഘട്ടമുണ്ട്. ബാലയോടൊന്നും നമുക്ക് താല്പര്യമില്ല. പ്രൊഫഷണൽ നാടകങ്ങൾ മാത്രമാണ് എൻ്റെ ഇതുപോട്ട്. അപ്പൊ ആ ഒരു സംഭവം, ഒരു എന്താ പറയാ, നമ്മള് നാടകം കാണുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിലെ നാടകങ്ങളും അന്നുള്ള നാടകങ്ങളും ഇന്ന് വളരെ മാറ്റം വന്നു. സജ്ജീകരണങ്ങൾ മാറി, രീതികൾ മാറി, അവതരണ രീതികൾ തന്നെ മാറി, പിന്നെ ആധുനിക സജ്ജീകരണങ്ങൾ എത്തി തുടങ്ങി. അപ്പൊ അത് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറഞ്ഞു. ഇന്നത്തെ നേരത്തെ കാണുന്ന സമയത്തെല്ലാം ഒരു രംഗം മാറുമ്പോൾ കർട്ടൻ താത്തും, അങ്ങനെയാണ്. ഇപ്പം ഒരു 6-7 വർഷമായിട്ട് കർട്ടൻ്റെ പരിപാടിയില്ല, എല്ലാം ലൈറ്റ് ഓഫ് ആണ്. അപ്പോൾ നമുക്ക് ഒരു നാടകം ഇത്ര സമയം കൊണ്ട് തീരുമെന്ന് കണക്ക് കൂട്ടിയാൽ കൃത്യമായ സമയത്ത് ആ നാടകം അവിടെ അവസാനിക്കുകയാണ്. അതേപോലെ തന്നെ അത്രമാത്രം ശ്രദ്ധിച്ച് കളിച്ചെങ്കിൽ മാത്രമേ നാടകം വിജയിക്കുകയുള്ളൂ. ഒരു വാക്ക് തെറ്റിയാൽ അന്നേരം തന്നെ അത് പരാജയപ്പെട്ടു പോവുകയാണ്. അപ്പോൾ അത്രമാത്രം പിന്നെ നാടക കലാകാരന്മാർ അത്രമാത്രം കഴിവുള്ളവരാണ്, സിനിമയിൽ പോലെയല്ല. അപ്പോൾ ഇമ്മാനുവേട്ടനെ സ്വാധീനിച്ച 1-2 കഥാപാത്രങ്ങളും നാടകങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്ന് പറഞ്ഞുതരാൻ പറ്റും? പിന്നെ ഞാനിപ്പോൾ ഈ വർഷം കണ്ടതിൽ പിന്നെ അപ്പ എന്ന നാടകം എന്നെ സ്വാധീനിച്ചു. അത് പിന്നെ ആറ്റിങ്ങൽ ശ്രീധന്യയുടെ തോന്നുന്നു. അപ്പ എന്ന് അത് ഞാൻ പിന്നെ പറശ്ശിനിക്കടവിൽ നിന്നാണ് കാണുന്നത്.
പിന്നെ അത് നല്ല നാടകമാണ്, അത് ആൾക്കാർ കാണേണ്ട നാടകമാണ്. അല്ല, കഥാപാത്രങ്ങള് കഥാപാത്രങ്ങളും പിന്നെ എല്ലാവരും നല്ല അഭിനയവും പിന്നെ കഥയും അത്രമാത്രം എന്നെ സ്വാധീനിച്ചു. അതായത് കഥാപാത്രങ്ങളെ ഓർമ്മിപ്പിക്കാൻ പറ്റുന്ന, അതായത് ഓർമ്മിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ ഉണ്ടാവുമല്ലോ. കാരണം ഇപ്പൊ 50 വർഷമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഉണ്ട്. പിന്നെ ഇതിനകത്ത് അഭിനയിച്ച എല്ലാ ആൾക്കാരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഈ പഴയ കാലത്തെ നാടകം ഇപ്പൊ പറഞ്ഞു, കാരണം ലൈറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അന്നത്തെ അഭിനയ രീതിയും ഇന്നത്തെ അഭിനയ രീതി, പിന്നെ അഭിനയ രീതി ഇന്നത്തേതാണ് നമ്മുടെ മനസ്സിൽ കുറച്ചും കൂടെ തട്ടുന്നത്. അന്ന് ഇത്രയും തന്നെ വേണ്ട അഭിനയങ്ങൾ. ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അഭിനയം ഉണ്ടെങ്കിൽ മാത്രമേ ആ നാടകം വിജയിക്കുകയും ചെയ്യുന്നുള്ളൂ. ഉമ്മാനാട്ടൻ ശരിക്കും പറഞ്ഞാൽ 1/2 നൂറ്റാണ്ട് കാലമായി നാടകരംഗത്ത്, നാടകം അഭിനയിക്കല്ല ശരിക്കും കാണുക, ആസ്വദിക്കുക അതാണ് ഒരു വ്യക്തിയാണ്. ആ കൂട്ടത്തിൽ തന്നെ വോളിബോൾ പ്രേമിയും കൂടിയാണ്. അപ്പോ നമ്മളോട് ഒരു 5 മിനിറ്റ് സമയം ചെലവഴിച്ചതിന് അദ്ദേഹത്തിന് ന്യൂസ് സ്പീഡിന്റെയും മാന്യ പ്രേക്ഷകരുടെയും നന്ദി അറിയിച്ചു.